നമസ്കാരം. ഇനി എനിക്ക് അവാർഡ് കിട്ടുന്ന എല്ലാ അവാർഡ് ദാന ചടങ്ങുകളിലും എന്റെ അവാർഡ് തരുന്നതിന് തൊട്ട് മുമ്പ് റിമി ടോമിയുടെ പെർഫോമൻസ് ആയിരിക്കണം എന്നെനിക്കൊരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. കാരണം പലരും ക്ഷീണിച്ചും ചൂടെടുത്തും ഉറക്കം വന്നുമൊക്കെ ഇരുന്ന് എല്ലാവരും ഇപ്പൊ ഉണർന്നു. ഇപ്പൊ വലിയ വൈബ്രന്റ് ആയ ഒരു ഓഡിയൻസ് ആണ്. ഞാൻ ഡയലോഗ് പറയണം അല്ലേ? ഓക്കെ. ഏത് ഡയലോഗ് വേണ്ട? നിങ്ങൾ ഏത് മൊയ്തീൻ ഇടവഴിഞ്ഞ് ഓക്കെ. ഞാൻ എഴുതി രചിച്ച ഈ സംഭാഷണമാണ്. ഇത് ഈ പുഴയിലെ കരപിടിച്ച് നടന്ന അറബിക്കടല. അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരെ കുത്തി നിർത്തിയാലും അറബിക്കടൽ ഇരുവിരിപ്പുഴയിൽ എത്തുക തന്നെ ചെയ്യും. മാറിപ്പോയി. ഇരുവഴിഞ്ഞ് ഇപ്പോഴും അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരുവഴിഞ്ഞ് അറബിക്കടൽ ഉള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. എന്തി അച്ഛനാണ് ഷാറൂഖ് ഖാൻ വിചാരിച്ചിട്ട് നടന്നില്ല. പിന്നാണ് അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായാലും ഒരു ഉഗ്രം കൈഡ് കൊടുക്കുന്ന നമ്മളെ പിശുക്ക് കാണിക്കരുത്. നാളെ നാഷണൽ അവാർഡ് ഓസ്കർ അവാർഡ് വരെ മേടിക്കേണ്ട ഒരു നടനാണ്. അപ്പൊ തീർച്ചയായിട്ടും പുതിയ മുഖം അത് കേക്കട്ടെ. രാജു അസലായിട്ട് പാടും കേട്ടോ. എത്ര സിനിമയെ പാടി. ഇപ്പൊ ലേറ്റസ്റ്റ് ഏത് സിനിമയിലെ പാടിയത്? അമരകബ്രം തോണി അല്ലേ? പ്രേമം എന്നാൽ എന്താണ് രാജു? പ്രേമം എന്നാൽ എന്താണ് രാജു? അത് കരളിനുള്ളിലെ സുപ്രിയയാണ് റമി. ചങ്കു വീണച്ചാലും കാണൂലേ എന്റെ നെഞ്ചു വീണച്ചാലും